അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമായതും അനാവശ്യമായതും എല്ലാം വെറുതെ ഒന്ന് ചർച്ച ചെയ്യണം. ചിലപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്ക് ഉപകാരപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി ആർക്കും ഉപകാരപ്പെട്ടിട്ടില്ലെങ്കിലും എന്താ ചെയ്യാൻ? എന്തെങ്കിലും പറയണ്ടേ? ദുനിയാവിൽ ജീവിക്കണ്ടേ? ജനിച്ചു പോയില്ലേ, ജീവിക്കണ്ടേ? എപ്പം വരെ ജീവിക്കണം? മരിക്കുന്നത് വരെ ജീവിക്കണ്ടേ? പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ നല്ല ക്യാഷിലുള്ള ആളുകളുണ്ടല്ലോ, വലിയ പിടുത്തം വിട്ട പൈസക്കാരനല്ല, ഞാൻ ആളെ പേരൊന്നും പറയുന്നില്ല. ചില ആളുകളെല്ലാം അവരുടെ വലിയ മഹത്വങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ അയക്കുന്നത്. അവർ പറഞ്ഞേൽപ്പിച്ചതാണോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള അങ്ങനത്തെ ഉള്ള വിഷയങ്ങളിൽ ക്യാഷുള്ള ആളുകളെല്ലാം വലിയ തലപ്പത്ത് വെച്ചിട്ട് കൊണ്ട് നടക്കുന്ന, ക്യാഷ് ഇല്ലാത്ത ആളുകളൊക്കെ ഇൻസൾട്ട് ചെയ്ത് കളിയുന്ന അങ്ങനത്തെ ഒരു ലോകമാണ് ഇന്നത്തെ കാലം. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, പണം ഇന്ന് വരും നാളെ പോവും, അങ്ങനെയുള്ളതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ഈ ക്യാഷ് ഉള്ള ആളെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിയാട്ടെ. പണ്ടൊരു പക്ഷേ 5 വയസ്സൊക്കെ ഗതിയില്ലാണ്ട് നടന്നൊരു കാലമല്ല അയാളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടാവും. അതേപോലെ ക്യാഷ് ഉള്ള ആളുകൾ പാപ്പറായിട്ട് മാറിപ്പോയ അവസ്ഥകളുമുണ്ട്. അതിലാണല്ലോ ജീവിതം. അപ്പോൾ ഈ ക്യാഷിനനുസരിച്ചിട്ട് ആളുകളെ ബഹുമാനിക്കുക, ആളുകളെ സ്നേഹിക്കുക, ആളുകളെ സപ്പോർട്ട് ചെയ്യുക, ആളുകളുമായിട്ട് സന്തോഷം പങ്കുവെക്കുക, ആളുകളുമായിട്ട് സൗഹൃദം പങ്കുവെക്കുക. ക്യാഷ് ഇല്ലാത്ത സമയത്ത് അവർ ഒഴിവാക്കി കളയുക, അല്ലെങ്കിൽ ക്യാഷ് ഇല്ലാത്ത കാരണത്താൽ അവർ ഒഴിവാക്കി കളയുക. ഇതൊന്നും ശരിയല്ല. ഇതാണ് ഇന്നത്തെ ആളുകൾ കൂടുതലും ലോകത്ത് ഞാൻ കണ്ടുവരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൈസൻ്റെ മുകളിൽ ഉള്ള സ്നേഹവും ബന്ധവും ബഹുമാനവും ഇൻസൾട്ട് ചെയ്യലും ബഹുമാനിക്കലും എല്ലാം അങ്ങ് ഒഴിവാക്കാൻ ഏത് കാലത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പൈസയുള്ള ആളുകളെ തലയിൽ കയറ്റി വെക്കുന്ന പരിപാടി നിർത്താൻ, ഇല്ലാത്ത ആളുകളെ വലിച്ചു ചാടുന്ന പരിപാടി നിർത്താൻ, ഒരു മിഡിൽ നിൽക്കാൻ എല്ലാ കാര്യത്തിലും. നമ്മളെ വ്യക്തിത്വം നമ്മൾ പണയം വെക്കാൻ പാടില്ല. നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ പാടി നടന്നിട്ട് സ്റ്റേജുമ്മ കയറിയിട്ട് ചാവി കൊടുക്കുന്നതും അത്രയും എരപ്പാടിയാക്കി കളഞ്ഞിട്ട് ആളുകളെ. ഗതികേട് കൊണ്ട് വീടില്ലാണ്ട് പെമ്മക്കളെ കെട്ടിക്കാനുള്ള വിഷയങ്ങളും രോഗത്തിൽ അവസ്ഥയിൽ കിടക്കുന്നതും എല്ലാം ആയിട്ട് ഇപ്പോൾ പഴുത്ത് ഇട്ട് ദ്രവിച്ചു പോയ ഭാഗങ്ങളെല്ലാം കാണിച്ചിട്ട് ആളുകളെ കൊണ്ടുവരുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, ഇൻസൾട്ട് ചെയ്യുന്ന. അതൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിൽ ഉപകാരപ്പെടുന്നുണ്ട് ഉപകാരപ്പെടുന്നില്ല അതൊന്നും നല്ല വിഷയമാണ്. ആളുകളുടെ ഇല്ലായ്മ അത് ഒരു ബിസിനസ്സാക്കി മാറ്റാൻ പാടില്ല. അതാരെന്ത് ചെയ്താലും അത് ഇത് ഒരു ഭാഗത്ത് കച്ചവടമല്ലേ നടക്കുന്നത്. വലിയ വലിയ കൊള്ളക്കാർ, ഹോസ്പിറ്റലുകൾ, മാഫിയകൾ, വലിയ വലിയ മരുന്നുകൾ, ചികിത്സകൾ, അവർ വലിയ അധികം പണം ഈടാക്കിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സാമൂഹിക സേവനത്തിലേക്ക് അവർക്കത് ഉപയോഗപ്പെടുത്താനുള്ള വഴിയൊന്നുമില്ല. എല്ലാവരും ഇങ്ങനെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഡോക്ടറും എഞ്ചിനീയറും എല്ലാം വേണം സമൂഹത്തിൽ. എല്ലാവരും ആയിക്കഴിഞ്ഞാൽ അതല്ലേ പ്രശ്നം. കാരണം ഹോസ്പിറ്റലുകളും അസുഖങ്ങളും എല്ലാം കൂടുന്നു. വലിയ വലിയ പണ്ടൊന്നും കേൾക്കാത്ത അസുഖങ്ങളും അത്രയും എമൗണ്ട് വരുന്ന ചികിത്സാ രീതികളെയൊക്കെയാണ് ഇന്ന് കണ്ടുവരുന്നത്. കാരണം അത്രയും വലിപ്പമുണ്ട് ഹോസ്പിറ്റലുകളല്ലോ. അവർ കറണ്ട് ബില്ലും ഡോക്ടർമാരുടെ ശമ്പളവും ഇതെല്ലാം കൊടുക്കണമെങ്കിൽ ഇത്രയും വലിയ തുക വരുന്നില്ല. അപ്പോൾ അസുഖത്തിൻ്റെ ചികിത്സൻ്റെ എമൗണ്ട് കൂടാന്നല്ലാതെ വേറെ എന്താണ് അതിൽ വരുന്നത്? ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാ മേഖലയിലും, ജോലി സംബന്ധമായിട്ടും കച്ചവട സംബന്ധമായിട്ടും വലിയ വലിയ കെട്ടിടങ്ങൾ എല്ലാം വരണം, നല്ലത് തന്നെ. സമൂഹത്തിലെല്ലാം വേണം. പക്ഷേ അതിനൊക്കെ ഒരു നിയന്ത്രണം വേണം. നിയന്ത്രണം. ആളുകളെ ഒരു ദുരുപയോഗം ചെയ്യുന്ന പോലെ ആയിപ്പോകാൻ പാടില്ല. നല്ല നല്ല വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ വരണം. അതിലൂടെ ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടണം. പക്ഷേ അതേ സ്ഥാനത്ത് ചെറിയ ആളുകളുടെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്ന കോലത്തിലേക്ക് ആയിപ്പോകാനും പാടില്ല. അതൊക്കെ പരിഗണിക്കണം. സമൂഹത്തിൽ എല്ലാവരും വേണം, എല്ലാവരെയും പരിഗണിക്കണം. പ്രത്യേകിച്ചും എൻ്റെ പോക്കറ്റിൽ തന്നെ ഞാനിടാൻ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ലോകത്ത് ജീവിക്കണ്ടേ? അതും കൂടി പരിഗണിക്കണം. എല്ലാം അങ്ങനെയുള്ളൊരു ജീവിതമായിരിക്കണം നമ്മൾ. പിന്നെ അതേപോലെ മതപരമായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യം പറയാനുണ്ട്.
വേറൊരു വിഷയമാണ്. ഇന്ന് മതം കച്ചവടമാക്കി നടക്കുന്ന ചെറ്റകൾ ഒരുപാട് ആളുകൾ പല രാഷ്ട്രീയ സംഘടനകളുടെയും സാമൂഹിക സംഘടനകളുടെയും പേര് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അത് മതം കച്ചവടമാക്കി മാറ്റിയ ആളുകളുണ്ട്, ഒരുപാട് ആളുകൾ. അത് അവരുടെ ആളുകൾക്ക് മാത്രം തെരഞ്ഞുപിടിച്ച് സഹായങ്ങൾ ചെയ്യുക, അവരുടെ കള്ളപ്പണങ്ങൾ മറ്റുള്ള നാട്ടുകളിലേക്ക് എത്തിക്കുക, കച്ചവടം ചെയ്യുക, എന്നിട്ട് സമൂഹത്തിൻ്റെ മുമ്പിൽ വലിയ മാന്യന്മാരും വലിയ സാമൂഹിക സേവകരുമൊക്കെ ആയിട്ട് നടക്കുക, വർഗീയത ഉണ്ടാക്കുക. ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സമൂഹത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ബുദ്ധിയില്ലാത്ത കോലത്തിലുള്ള അഭിനയം നടത്തി ഒരുപാട് സാമ്പത്തിക തട്ടിപ്പ് നടത്തി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ എല്ലാ സമൂഹത്തിലുണ്ട്. ആ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് ചർച്ച ചെയ്യണം. ആ ചർച്ച ചെയ്തതിന് ശേഷം വെറും ചർച്ച ചെയ്തിട്ട് ടി വിയിൽ കാണുന്ന ഒരുപാട് പരസ്യങ്ങൾ വരും. ഒരുപാട് സിനിമാ താരങ്ങൾക്ക് അതിൻ്റെ പങ്ക് അഭിനയത്തിൻ്റെ പേരിൽ കിട്ടും. ഇങ്ങനെ മാത്രം ജീവിച്ചിട്ട് കുറച്ച് ആൾക്കാർ രക്ഷപ്പെട്ട് മറ്റുള്ള ആൾക്കാർ പിച്ചക്കാരായിട്ട് ആയിപ്പോകുന്ന അവസ്ഥ, അതിനൊരു മാറ്റം വരണം. എല്ലാ ആളുകൾക്ക് ബുദ്ധി ഉള്ളത് അത് ഉപയോഗിക്കാനാണ്. ടാക്കീസിലിരിക്കുന്ന സീറ്റിൻ്റെ കണക്കിനനുസരിച്ചിട്ട് പൈസ കിട്ടി, അതിൽ പരസ്യം കിട്ടുന്ന പൈസ കിട്ടി, ഇതൊക്കെ പോകുന്ന അതിൻ്റെ കച്ചവട മാഫിയ ഫീൽഡിലേക്ക് അതിൽ അഭിനയിച്ച ആളുകൾക്ക് എല്ലാം പൈസ പോകുന്നുണ്ട്. എൻ്റർടൈൻമെൻ്റ് എന്ന പേരാണ് കല. അതിൻ്റെ പിന്നിലുണ്ടായപ്പോഴുള്ള പ്രശ്നങ്ങളൊന്നും പറയണ്ടല്ലോ. പക്ഷെ നമുക്ക് സംസ്കാരം പണയം വെച്ചിട്ട് ഒരു കലയും വേണ്ട. നമ്മുടെയൊക്കെ സംസ്കാരം പണയം വെച്ചിട്ട് എന്തിനാണ് അങ്ങനെ ഒരു കല? അപ്പോൾ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും കാണിക്കുമ്പോഴും മാത്രമാണ് ആളുകൾ അവിടെ കലാപരമായിട്ട് എത്തുന്നു എന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. ആണും പെണ്ണും കെട്ടിപ്പിടിച്ച് കഴിഞ്ഞാലേ തിയേറ്ററിൽ ആളുണ്ടാവുള്ളൂ, കുട്ടികൾ വഴിതെറ്റുള്ളൂ, ഇങ്ങനെയൊക്കെയുള്ള അജണ്ടകൾ തലയിൽ ഈ കഥ എഴുതുന്ന ആളുകളുടെ ഉള്ളിൽ പിടിച്ചു വെച്ചിട്ടുണ്ട്. സ്ത്രീകളെ ചരക്കാക്കി മാറ്റുക കച്ചവടത്തിനുള്ള, എന്നിട്ട് വിലപേശിയിട്ട്, എന്നിട്ട് ആ സ്ത്രീകൾ തന്നെ അത് ദുരുപയോഗം ചെയ്തിട്ട് അവർ പറയും ലാസ്റ്റ് ഞാൻ ആക്രമിക്കപ്പെട്ടു, അല്ലെങ്കിൽ അങ്ങനെ ആയിപ്പോയി, ഇങ്ങനെ ആയിപ്പോയി. സ്ത്രീത്വം വിൽപ്പനക്ക് കച്ചവടത്തിന് ഉപയോഗിച്ച് അതിൻ്റെ പങ്ക് പറ്റി അവസാനം അത് നമ്മൾ ആക്രമിക്കപ്പെട്ടു അല്ലെങ്കിൽ പ്രയാസത്തിലായിപ്പോയി എന്നൊക്കെ പറഞ്ഞു വരുന്ന അവസ്ഥയിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ഡിസ്കസ് ചെയ്യാണ്ട്. ഒരുപാട് കാര്യങ്ങൾ കൾച്ചർ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓരോരോ സബ്ജക്റ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങണം ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ആരും കുറേ നല്ലതൊന്നുമല്ല. ആരും, ഒരുവിധം ആളുകളൊക്കെ, എല്ലാവരെയും കുറ്റം പറയുന്നില്ലേ, 100 ഒരിക്കലും പറ്റൂല. ഒരു 90 എടുത്തോ, 10 അവിടെ വെച്ചേ, 90 പോക്കാണ്. പുറമേ ഉള്ള മുഖവും ഉള്ളിലുള്ള മുഖവും വലിയ വ്യത്യാസമുണ്ട്. പുറമേ ചിരിച്ച് സുഖിപ്പിച്ചിട്ട് ഉള്ളിൽ കത്തി കൊണ്ട് നിൽക്കുന്ന കോലത്തിലുള്ള ആളുകളുണ്ട് ഒരുപാട്. അതുകൊണ്ട് ഇന്ന് ലോകത്ത് വളരെയധികം ശ്രദ്ധിക്കണം. ജീവിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കണം. എല്ലാ കാര്യത്തിലും വളരെയധികം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നമുക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തു കൊടുക്കുക. പക്ഷെ ആരും ഉപദ്രവിക്കാൻ പാടില്ല. പറ്റിച്ചിട്ടും തട്ടിപ്പ് നടത്തിയിട്ടും ഒന്നും ഒരുപാട് ക്യാഷ് ഉണ്ടാക്കിയിട്ട് വലിയ മുതലാളിയായിട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നടന്നതുകൊണ്ട് മറ്റുള്ളവർക്കാർക്കും ഒരു ഗുണമൊന്നുമില്ല. വലിയ മുതലാളിമാർ നമ്മളെ കണ്ണിൻ്റെ മുമ്പിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാവും. അത് കാണുമ്പോൾ അസൂയ എന്നൊന്നും പറയണ്ട, അസൂയല്ല. അപ്പോൾ നല്ല നേരെ വഴിയിലുള്ള നല്ല ആളുകൾ ഉയരട്ടെ, അതിൽ സന്തോഷം. പക്ഷേ ആളുകളെ പറ്റിക്കുക, വഞ്ചിക്കുക, ചെറിയ കാര്യത്തിൽ തരികിട നടത്തുക, അങ്ങനെയുള്ള ഒരുപാട്
ഇത് ഹിന്ദു മതപ്രകാരം കലികാലം, ഇസ്ലാം മതപ്രകാരം ഖിയാമത്ത് നാളടുത്ത്, ക്രിസ്ത്യൻസിൻ്റെ പ്രകാരം ലോകാവസാനം, അങ്ങനെയെല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലാസ്റ്റ് മൂമെൻറ്റിലാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിക്കണം. മതപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഭാഷാപരമായിട്ടും നിറത്തിൻ്റെ അടിസ്ഥാനത്തിലും എല്ലാത്തിലും നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഒരുപാട് വേസ്റ്റേജ് നമ്മുടെ ജീവിതത്തിൽ, സമയമായിക്കോട്ടെ ഒരുപാട് കാര്യങ്ങളായിക്കോട്ടെ വേസ്റ്റേജ് വരുന്നുണ്ട്. ആ വേസ്റ്റേജ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്നതായി മാറും. സമയം, സമ്പത്ത്, ഉള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഉള്ള സൗകര്യങ്ങൾ അതൊന്നും വേസ്റ്റ് ആവാത്ത രീതിയിൽ നമ്മൾ എന്താക്കണം, ഇൻഷാ അല്ലാഹ് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റണം. അതിനൊക്കെയുള്ള ചർച്ചകൾ നമുക്ക് നടത്തണം ഇൻഷാ അല്ലാഹ്. അതിന് ഒരുപാട് കുറ്റം പറയാനുള്ള ആളുകൾ മുന്നോട്ട് വരണം. കുറ്റം പറയുമ്പോഴാണ് ആളുകളുടെ ഇടയിൽ കൂടുതൽ പബ്ലിസിറ്റി ഉണ്ടാകാൻ കാണുന്നില്ല. ഇന്നത്തെ രാഷ്ട്രീയ സംഘടനകൾ വർഗീയത ഉണ്ടാക്കുന്ന നിലക്കുള്ള സംസാരങ്ങൾ സംസാരിച്ചിട്ട് ആളുകളെ ദേഷ്യം പിടിപ്പിച്ചിട്ട് അവർ അതിൻ്റെ പങ്ക് പറ്റുന്ന അവസ്ഥയാണെന്ന് കണ്ടുകൊണ്ട് അതൊരു ട്രെൻഡായി പോയിട്ടുണ്ട്. വർഗീയത ഉണ്ടാക്കുക, ഭൂരിപക്ഷത്തിൻ്റെ മുമ്പിൽ അവരെ ഇളക്കി വിടുക, എന്നിട്ട് അവസാനം അത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീയും പുകയും രണ്ടും ഉണ്ടാവില്ല, കേടുന്ന വന്നതെന്നുള്ളത്. അങ്ങനെ ആളുകളെ തമ്മിൽ തല്ലിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട് ഓരോന്നായിട്ട് നമുക്ക് താല്പര്യമുള്ള ആളുകളോടും ഇല്ലാത്ത ആളുകളോടെല്ലാം നമുക്ക് എന്താക്കാം, സംസാരിക്കാൻ ഇൻഷാ അല്ലാഹ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ട് ഇൻഷാ അല്ലാഹ്. സമൂഹത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, മുതിർന്നവർക്ക് വേണ്ടി, പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടി, ബുദ്ധിയുള്ളവർക്ക് വേണ്ടി, ഇല്ലാത്തവർക്ക് വേണ്ടി, വരുമാനമുള്ളവർക്ക് ഇല്ലാത്ത ആൾക്കാർക്ക്, ജോലിയുള്ള ആൾക്കാർക്ക് ഇല്ലാത്ത ആൾക്കാർക്ക്, അതേപോലെ കല്യാണം കഴിച്ച ആളുകൾക്ക്, കഴിക്കാത്ത ആളുകൾക്ക്, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അങ്ങനെ എല്ലാ മേഖലയിലും ആരും ഒരു ഇതിലും ഒഴിവാക്കാതെ എല്ലാവരോടൊപ്പം എല്ലാവരും ഒരുമിക്കണം. ഒരുമ ആ ഒരു നമ്മളുടെ ജീവിതത്തിലുണ്ടാണ് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.